ആയിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ തിരുസഭാ മാതാവ് ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീത ദിനത്തിൽ ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. മരണം നാം ഓരോരുത്തരും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകെ ഒരേ ഒരു ഉറപ്പ് എന്നത് അത് മരണം മാത്രമാണ്. തന്റെ വിശുദ്ധരുടെ മരണം ദൈവസന്നിധിയിൽ അമൂല്യമാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ അമൂല്യമായ മരണത്തിന് അർഹനായ ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഭാഗ്യപ്പെട്ട മാർ യൗസേപ്പെ എന്നാണ് വിശുദ്ധ യേശുദേവ പിതാവിനെ നാം വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധ യേശുദേവ പിതാവ് ഭാഗ്യപ്പെട്ടവനായി തീർന്നത്? വിശുദ്ധ യേശുദേവ പിതാവിന് പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും പരിലാളനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുവാൻ സാധിച്ചു. കാരണം ദൈവപിതാവിനോട് ചേർന്ന് ഈ പുണ്യപിതാവ് ജീവിച്ചു എന്നത് മാത്രമാണ്. വിശുദ്ധ യേശുദേവ പിതാവിന്റെ സുഹൃത സമ്പുഷ്ടമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ നന്മയുടെ പാഠങ്ങൾ ആ പുണ്യപിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൗനത്തെ മാറോടണിച്ച മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. വൻവെതകളുടെ വർഷപാതത്തിൽ വിരിഞ്ഞ കുടയായി, അസ്വസ്ഥതയുടെ അടവിയിൽ സാന്ത്വനത്തിന്റെ സംഗീതമായി, കഥനങ്ങളുടെ കടൽക്ഷോഭത്തിനെതിരെ കെട്ടിപ്പൊക്കിയ ക്ഷമയുടെ കൽവിധിയായി, വിശ്വസ്തയുടെ വിരലടയാളമായി, വിനയത്തിന്റെ വിളനിലമായി, സൗമ്യതയുടെ സൗരഭ്യമായി ഈ പാപം പുരുഷജന്മം പരിണമിച്ചിരുന്നു. ശാന്തത ശംഖിനേക്കാൾ എങ്ങനെ ശബ്ദമുഖരിതമാകുന്നു എന്ന് ആ വചനവേദത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. അത്രമാത്രം സുഹൃതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെത്. ഈ പുണ്യപിതാവാണ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയും മധ്യസ്ഥനുമായി നിലകൊള്ളുന്നത്. നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തളർന്നു പോകാതെ, തകർന്നു വീഴാതെ സ്വർഗതീരത്തേക്ക് എത്തിച്ചേരുവാൻ പുണ്യപിതാവ് സംരക്ഷകനായി, പരിപാലകനായി, മധ്യസ്ഥനായി നമ്മോട് കൂടെയുണ്ട്. ആ ഉറപ്പാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ ബലം. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നന്മരണ മധ്യസ്ഥനായ ഈ പുണ്യനാഥനോട് നമുക്കും പ്രാർത്ഥിക്കാം. നല്ല മരണം ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന്, സ്വർഗത്തിലേക്ക് എത്തുവോളം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ജീവിതയാത്ര തുടരാം. ഒത്തിരിയേറെ സ്വർഗീയ കൃപകൾ പുണ്യപിതാവിലൂടെ സ്വർഗം ഇന്നേ ദിനത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവം ഏവരെയും